എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും കണിയൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും ദേ കണിയൊക്കെ കണ്ട് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഏലാഞ്ചി. ഏലാഞ്ചി എന്ന് പറയുമ്പോൾ ഇതൊരു മലബാർ സ്നാക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് പലരിലും ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്കായിരിക്കും. ഇത് എൻ്റേതായൊരു വേർഷനായിട്ട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി സ്നാക്ക്. ഇതൊരു മലബാർ സ്നാക്കാണെങ്കിലും എല്ലാവരും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറെ പ്രിയം മലബാർ പത്തിരി അങ്ങനത്തെ കുറേ സ്നാക്കുകളാണല്ലോ ഉള്ളത്. നല്ല ആവിയിൽ വേവിച്ച്. അപ്പോൾ അതുപോലൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. ആദ്യം തന്നെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ട മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട. ഒറ്റ മുട്ട മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. വിഷുവിൽ കണി കണ്ടതിന് ശേഷം പിന്നെ അടുത്തത് കണ്ണിലോട്ട് പോകുന്നത് നമ്മൾ സദ്യയാണല്ലോ അല്ലേ. നല്ല പാലട പ്രഥമനും നല്ല പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കുന്ന വിഷു സദ്യ. അപ്പോൾ എല്ലാവരും ഇനിയും സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും. ചിലർ സദ്യ കഴിച്ച് നല്ല കുശാലായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ഈ ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കിയെടുത്താലോ, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എല്ലാവരുടെ മുന്നിൽ നല്ല സ്റ്റാർ ആവാനും പറ്റും. അപ്പം അതുപോലെ നല്ലൊരു ടേസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദോശമാവിൻ്റെ ബാറ്ററിൽ നമ്മൾ മൈദ മുട്ടയും മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു നെയ്യിലേക്ക് കുറച്ച് ബദാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ബദാമില്ലെങ്കിൽ കാഷ്നട്ടോ മുന്തിരിങ്ങയോ എന്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ബദാം ഇട്ടത്. ബദാം ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ 1 കപ്പ് തേങ്ങ തിരികിയത്, അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കുമ്പം അത് ആ അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു കടിക്കുന്ന ഒരു ഇത് കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു രസമാണ് കടിച്ചിങ്ങനെ തേങ്ങാപ്പീരയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. അടിപൊളി മണമാണ്. നമ്മൾ തേങ്ങയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നൊരു ഫ്രൈ പാനിലോട്ട് നമ്മുടെ ദോശ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. മൈദയല്ല, ഒരുപാട് കട്ടിയായോ തീരെ കൊള്ളില്ല. അപ്പോൾ തീരെ നൈസായിട്ട് നമ്മളൊന്ന് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ മൈദ ചേർക്കുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക സ്വാദ് കേട്ടോ. ഹെൽത്തി. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു മൈദ കഴിച്ചെന്ന് വെച്ചൊന്നും പറ്റാനല്ല, എന്നും സ്ഥിരമാക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പം നമ്മൾ മൈദയുടെ അപ്പം ഒന്ന് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വലിയ പണിയൊന്നുമില്ല, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മാത്രം വെച്ചിട്ട് അതും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഈ ചൂടത്ത് അധികം നേരമൊന്നും നിൽക്കാതെ വേഗം ഒരു വെറും 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് എല്ലാവരും രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് ഉച്ചയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഒരു 10 മണിയാകുമ്പോഴെങ്കിലും പണിയൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് നല്ല ചൂടില്ലാത്തൊരു സ്ഥലം നോക്കി എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ധാരാളം വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. നൈസായിട്ട് പരത്തി കിട്ടിയത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക്, വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്ക്, വിഷു സ്പെഷ്യൽ സ്നാക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ഫില്ലിങ്സ് നിറഞ്ഞിരുന്ന് കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വെറൈറ്റി നല്ല റെസിപ്പീസൊക്കെ ആണ് വരുന്നത്. അപ്പം പുതിയൊരു വീഡിയോ